യൂട്യൂബിൽ എന്താ അവളെന്താ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നതുണ്ടല്ലോ. അതൊക്കെ ഇവർ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ഹലോ, അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് കേട്ടോ. ഇൻട്രോ ഒക്കെ ഞാൻ നേരത്തെ എടുത്തതാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി, കുറച്ച്. അപ്പം കാണാൻ പറ്റുന്നവർ കാണാം, ആരെന്നൊന്നും പറയരുത്. ഞാൻ എന്തൊക്കെ പറഞ്ഞു വന്നാലും കുറച്ച് വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ നീണ്ടു പോകും, എന്ത് ചെയ്യാനാ. അപ്പം കാണാൻ പറ്റുന്നവർ കാണാം, ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയൊക്കെ തന്നെ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ പഴയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം എൻ്റെ ചാനൽ ആദ്യം തൊട്ട് കണ്ടവർക്ക് അറിയായിരിക്കും, ആദ്യം തൊട്ട് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. അപ്പം ഇപ്പം ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പം ഞങ്ങളവിടെ ആണുള്ളത്. അപ്പം ഇത്ര ദിവസം ഞാൻ വീട്ടിലായതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന വീഡിയോസാണ് ഇട്ടത്. പിന്നെ ഇപ്പം പുറത്ത് പോയി ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം സൗണ്ട് ഉണ്ട്, വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ വലിയ കഴുത്തനക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എന്താണെന്ന് പറയുക, പെടലി ഒളുക്കിയിരിക്കുകയാണ്. പെടലിൽ നമ്മളെ മീശമാധവനിലാണ്, ആ മീശമാധവനിലുള്ള സാധനം പെടലി ഇടേണ്ട ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒന്നും തിരിയാൻ പറ്റില്ല കേട്ടോ. ഒന്ന് വിളിച്ചാൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പെടലി ഒളുക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനാർക്കെങ്കിലും ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ ആശുപത്രി പോകാൻ എനിക്ക് പേടിയാണ്, വല്ല ഇഞ്ചക്ഷനും കുത്തിയിട്ടുണ്ടെങ്കിലോ ഒന്ന് പേടിച്ച് ഞാൻ പോവില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് മാറോ നോക്കാം, എന്നിട്ട് പിന്നെ ആശുപത്രി പോലെ വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലോ. നല്ല വേദന ഉണ്ട്, എന്നാലും വല്ല ഇഞ്ചക്ഷൻ കുത്തിയാലോ പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം കുറേ പേരുടെ സംശയമുണ്ടോ, കുറേ പേരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നതല്ല, അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക്, നമ്മുടെ ഫ്രണ്ട്സിന്, അതുപോലെ തന്നെ നമുക്ക് അറിയുന്നവർക്ക്, അങ്ങനെ കുറേ പേർക്കുള്ള കുറച്ച് സംശയങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, ഒന്നാമത്തെ സംശയം, മോണിറ്റൈസ് ആയ പാടെ പൈസ കിട്ടുന്നുണ്ടോ? മോണിറ്റൈസ് ആയല്ലോ, പൈസ കിട്ടാൻ തുടങ്ങിയോ? പിന്നെ എത്ര ഡോളർ കിട്ടും? ഒരു 1000 വ്യൂസിന് എത്ര ഡോളറാണ് കിട്ടുന്നത്? പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $100 ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, അതറിയുന്നവർ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇത് കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ, ഞാൻ എന്താ അറിയോ, ഇതിൽ ഓവർ ലൈറ്റ് ആയിപ്പോ അല്ലേ? ഇപ്പോൾ ഓക്കെ. അപ്പം അതെന്താ പറ്റി അറിയോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് ഓൺ ആണോ ഫോണിൽ മ്യൂട്ടാണോ നോക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം ഞാൻ പറയാൻ വന്നത് ആദ്യത്തെ കാര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടപ്പോൾ പറഞ്ഞു, ട്രീറ്റ് എവിടെ, പൈസ ഒക്കെ വന്നില്ലേ, അല്ല ചാനൽ മോണിറ്റൈസ് ആയില്ലേ, ട്രീറ്റ് എവിടെയും ചോദിച്ചു കേട്ടോ. അപ്പം ട്രീറ്റ് എവിടെയും ചോദിച്ചാൽ പൈസ കിട്ടാൻ തുടങ്ങിയെന്ന് മാത്രം, പൈസ കിട്ടാൻ തുടങ്ങി, നമ്മുടെ അക്കൗണ്ടിൽ കയറാൻ തുടങ്ങി എന്നല്ലാതെ മോണിറ്റൈസ് ആയി എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലേക്ക് ഇപ്പം തന്നെ പൈസ കിട്ടുന്നല്ല. മോണിറ്റൈസ് ആയ പാടെ നമ്മുടെ കയ്യിലേക്ക് ഒരിക്കലും പൈസ കിട്ടില്ല. കാരണം മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ നമുക്ക് പണിയുണ്ട് കേട്ടോ, $100 ആവണമെങ്കിൽ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പം കണ്ണൻ്റെ കടയിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിൽ ഒരു അസാമിലുള്ള ഒരു ചെക്കനുണ്ട്. അപ്പോൾ അവന് യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഏകദേശം ഇപ്പോൾ 1-2 വർഷം, ഞങ്ങളിവിടെ വന്നിട്ട് 4 വർഷമായി. അപ്പോൾ അവൻ വന്ന സമയത്ത് അവൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ അവന് നല്ലോണം ഇത് കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. കാരണം അവൻ ഷോർട്സാണ് ഇടുന്നത്. അവൻ്റെ ഷോർട്സിന് അത്യാവശ്യം മാജിക്കൽ ടിപ്സ് ഒക്കെയാണ് ഇടുന്നത്. അപ്പം അവൻ്റെ ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവൻ പൈസയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു $100 ആവാൻ. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞപ്പോഴേ അവരൊന്നും വിശ്വസിച്ചില്ല. കാരണം എങ്ങനെ 5 മാസം കൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. പോസിബിൾ അല്ല എന്നുള്ളൊരു വർത്താനായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് മോണിറ്റൈസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ പറയാം, എൻ്റെ ചാനൽ 5 മാസം ആയിട്ടുള്ളൂ, 5-6, ഇപ്പോൾ 6 മാസം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ കഥ പറഞ്ഞുതരാം. ആദ്യം ഞാൻ 6 മാസം അല്ല കേട്ടോ, അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, എപ്പോഴോ ഒരു ദിവസം അച്ചൂട്ടൻ എൻ്റെ മോന് വെള്ളത്തിൽ കളിക്കുന്ന, മഴയുള്ള സമയത്ത് വെള്ളത്തിൽ കളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് വെറുതെ നമ്മൾ റീൽസിലിടുമല്ലോ, അതുപോലെ വെറുതെ ഒന്ന് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം നെറ്റ് ഓൺ ആക്കട്ടെ കേട്ടോ.
ഓണല്ല ഓഫാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓണാക്കട്ടെ എന്നായി പോയിട്ടോ. അപ്പം നെറ്റ് ഓണായി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറേ മെസ്സേജ് വാട്സപ്പിലൊന്നുമല്ല, എനിക്ക് ആരും മെസ്സേജ് വരാനില്ല. അപ്പോൾ വാട്സപ്പിലൊന്നുമല്ല, മറ്റേ യൂട്യൂബിൻ്റെ റെക്കമെൻഡ് ഇങ്ങനെ ഓരോരുത്തർ വരുമല്ലോ അങ്ങനെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അച്ചൂടിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ, മഴയത്ത് ഇങ്ങനെ റെയിൻകോട്ട് ഇട്ടിട്ട് വെള്ളത്തിൽ കളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് പിന്നെ ഞാൻ മൈൻഡാക്കി, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു 3-4 മാസം അപ്പം അതായത് ഞാൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ 4 മാസം മുന്നെയാണ് ആ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മമ്മി ഇങ്ങനെ എന്നോട് പറഞ്ഞു ഒരു ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ സൈഡിൽ യുവർ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ യുവർ വീഡിയോസിൽ നോക്കി നോക്കുമ്പോൾ അച്ചൂടിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിന് ഏകദേശം 800 ഷോർട്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനൊരു 800 എത്രയോ വ്യൂസ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇട്ട് നോക്കിയാലോ, എന്തായാലും 800 കിട്ടുന്നുണ്ട്, നമുക്കിത് മതിയല്ലോ, 500 ആണെങ്കിലും മതിയല്ലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, 100K 200K 20K ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണുന്നുണ്ടല്ലോ ലൈക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, പറ്റുന്ന പോലെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ചാനൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒരു വീഡിയോ ഇട്ടെങ്കിലും അതെനിക്ക് സ്റ്റാർട്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു 6 മാസം അങ്ങനെയാണ്. ഇപ്പോൾ സെപ്റ്റംബറിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇതിന് വീഡിയോസ് ഇട്ടിട്ട് ആദ്യം ഷോർട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഷോർട്സിൽ എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല, കാരണം 10 മില്യൺ ആക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ കോമഡി ആയിട്ട് എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യണം. അപ്പം ആൾക്കാരെ പിടിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അതിനൊന്നുമുള്ളൊരു ഇതെനിക്കില്ല. കാരണം എൻ്റെ കൂടെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കമ്പനിയായിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം, നമുക്ക് അത് ചെയ്യാനൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ, ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, എന്തും ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് തരാനാണെങ്കിലും ഒക്കെ. പക്ഷേ ഇവിടെ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ പണിക്ക് പോയില്ലെങ്കിൽ പറ്റില്ല, വർക്കിന് പോയില്ലെങ്കിൽ പറ്റില്ല. പിന്നെ രാവിലെ കണ്ണൻ 7 മണിക്ക് പോകും. 7 മണിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ വരും, പിന്നെ റെസ്റ്റ്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരിത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവർ റെസ്റ്റ് എടുക്കുമ്പോൾ എടുക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ എനിക്ക് നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടില്ല ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്നെ വീഡിയോ എടുക്കുന്ന മുന്നേയും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മുന്നേ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട് കേട്ടോ. എപ്പോഴും യാത്ര തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. എവിടേക്കിലൊക്കെ പോകും. ദൂരെ തന്നെ ഇല്ലല്ലോ യാത്ര എന്ന് പറയുമ്പോൾ, നമുക്ക് ദൂരെന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോട്ടെ. എന്നെ മോനും ഞങ്ങൾ ഈ റൂമിനകത്ത് തന്നെ അടച്ചു കൂട്ടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് എപ്പോഴും. അപ്പം വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എപ്പോഴും കറക്കാണല്ലേ. പക്ഷേ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ടല്ല ഞങ്ങൾ കറങ്ങുന്നത്. യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്, അത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങൾ എപ്പോഴും കറങ്ങാൻ പോകാറുണ്ട്. വലിയ പൈസ മുടക്കിയുള്ള കറക്കോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും ആയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറയും. എന്നാൽ പുറത്ത് പോവാം, നമുക്ക് അവിടെ പോയ പെടലിയും ചുമ എന്നെ കൊണ്ടേ പോകും, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. എവിടെ പോയാലും എനിക്ക് വീഡിയോ എടുത്ത് തരാനാണെങ്കിലും മടിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. കാരണം പണിക്ക് പോയി വരുന്ന ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നാറില്ല. കാരണം ഈ സാധാരണ വീട്ടിലിരുന്ന് 5 മണിക്ക് വരുന്ന അങ്ങനത്തെ പണിയൊക്കെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം സമയത്തോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇതിപ്പം കണ്ണൻ വരുമ്പോൾ രാത്രി 10 മണി. ഒരു കൊതുക് മോൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കൊതുകിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പം ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം എനിക്ക് സമയം കിട്ടാറില്ല, വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ല. നമ്മൾ സപ്പോർട്ടിന് നല്ല കൂടെ നിൽക്കാൻ ഇപ്പം നമുക്കൊരു സീരീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് വീഡിയോ ചെയ്യണം, അതിനൊന്നും നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആൾക്കാരില്ല. പിന്നെ മോനെ വെച്ചിട്ട് എനിക്ക് ഒരിക്കലും എവിടെ തുറസായ സ്ഥലത്ത് പോയി നിന്നിട്ട് ഓപ്പൺ ഏരിയ പോയി നിന്നിട്ട് ഡാൻസ് കളിക്കണമെങ്കിൽ വീഡിയോ ഫോൺ അവിടെ വെച്ചിട്ട് ചെയ്യാനുള്ള സമയമല്ല ഇപ്പം. അങ്ങനത്തെ ഒന്നും കോമഡി ആണെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു രസമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു എന്തായാലും ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് 10 മില്യൺ എന്തായാലും എനിക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നവർക്കറിയാം, യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ആദ്യം എടുക്കുമല്ലേ. അങ്ങനെ ഞാനും യൂട്യൂബിലൊക്കെ നോക്കി ഇതിന് എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് 10 മില്യൺ ഷോർട്സിന് വ്യൂ, 1000 സബ്, പിന്നെ അതുപോലെ തന്നെ 1000 സബ് 3000 വാച്ച് അവർ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാമല്ലോ, വാച്ച് അവർ നമുക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഓരോന്ന് നോക്കിയപ്പോൾ ലൈവ് ഇട്ടാൽ വാച്ച് അവർ കൂട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈവ് ഇട്ടപ്പോഴാണെങ്കിൽ കുറേ ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ മടുത്തുപോയി. കാരണം എനിക്കങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്കതിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും.
പിന്നെ അതൊരു ഇതാവുമല്ലോ. അപ്പോൾ അതിനെന്തിനാണ് നിൽക്കുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ ലൈവ് ഇടാറ് കുറച്ച് 2-3 ദിവസമൊക്കെ ഞാൻ അടുപ്പിച്ചിട്ട് നോക്കി. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സബ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സബ്ബൊക്കെ കിട്ടും. ലൈവൊക്കെ ഇടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്കിങ്ങനെ ഓരോ കമൻറ്റ് ഇങ്ങനെ അവരിങ്ങനെ മെസ്സേജ് വരുമല്ലോ, അപ്പോൾ എനിക്കത് പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴും ഞാനിടും, പക്ഷെ ഞാൻ മുഖം കാണിച്ചപ്പോൾ വിടാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആകാശമൊക്കെ കാണിച്ചിങ്ങനെ ഇടുന്നല്ലാതെ അതെൻ്റെ 1-2 ആൾക്കാർ കാണുവാണെങ്കിൽ കണ്ടോട്ടെ, ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അവർ 1 മിനിറ്റ് അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇടാറുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമില്ല. അങ്ങനെ അത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ലോങ് വീഡിയോ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്. അവിടെ ഇവിടെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. പിന്നെ കുക്കിംഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരാൾ എടുത്ത് തരാതെ എനിക്ക് കുക്കിംഗ് വീഡിയോ ഞാൻ എങ്ങനെ എടുക്കാനാണ് പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പിന്നെ ഡേ ഇൻ മൈ ലൈഫോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മിക്കവാറും ദിവസം പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എനിക്കൊരു ഐഡിയ തോന്നി, വെറുതെ തോന്നിയത് കേട്ടോ. നമുക്ക് സബ്ബ് കൂടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സബ്ബ് കിട്ടട്ടെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഷോർട്സിൽ നമുക്ക് വ്യൂസ് കിട്ടുമ്പോൾ എനിക്ക് ഞങ്ങളെ കല്യാണത്തിൻ്റെ എന്തോ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് 20 മിനിറ്റിൽ, അതാണ് എൻ്റെ സെഞ്ചുറി അല്ല എന്താ പറയുക, 20 മിനിറ്റിൽ എനിക്ക് 4K ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം നമുക്ക് ഒന്നും അറിയാത്ത സമയത്ത് നമുക്ക് ഇത്ര വ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര ഇതായിരുന്നു, എനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് കുറേ വ്യൂസ് കിട്ടി കേട്ടോ, അല്ല സബ്ബ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് സബ്ബ് കിട്ടുന്നുണ്ട്, ഓരോ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുന്നതനുസരിച്ച് നമുക്ക് സബ്ബ് നല്ലോണം കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ ഓരോ ഈ ആനിമൽ കോമഡി വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ സെർച്ച് ചെയ്തിട്ട് കുറേ വീഡിയോസ് എടുത്തു. ഇങ്ങനെ 15 സെക്കൻഡ് 10 സെക്കൻഡുള്ളതൊക്കെ സേവാക്കി കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു 3 മിനിറ്റ് കഴിയണമല്ലോ. 3 മിനിറ്റുള്ള വീഡിയോ നമ്മൾ വെർട്ടിക്കലായിട്ട് 3 മിനിറ്റുള്ള വീഡിയോ വെർട്ടിക്കലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഷോർട്സിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു അതങ്ങനെ ചെയ്യാതിരുന്നത് ഞാൻ നന്നായി. കാരണം ആ ഒരു ക്രൈറ്റീരിയ വന്നതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. കാരണം 3 മിനിറ്റ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള ആ ഒരു ഇത് വന്നിട്ട്, അപ്പോൾ അതിന് മുന്നേ ആയിരുന്നെങ്കിൽ 3 മിനിറ്റുള്ള വീഡിയോസൊക്കെ പോയേനെ ഷോർട്സിലേക്ക്. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്രൈറ്റീരിയ 3 മിനിറ്റിൽ വെർട്ടിക്കലായിട്ട് ഇടുന്ന ഏതൊരു വീഡിയോ ഷോർട്സിലേക്ക് പോകുന്നുള്ള ആ ഒരു ഇത് കണ്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം 3.4 മിനിറ്റുള്ളൊരു വീഡിയോ, 3 മിനിറ്റ് 15 സെക്കൻഡുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ മിക്സാക്കി കുറച്ച് എൻ്റെതായ സൗണ്ട്സ് അല്ല, ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് മ്യൂസിക് അവിടെ ആൽബത്തിൽ കയറി എടുക്കാൻ പറ്റും. നമുക്ക് പാട്ടൊന്നും കിട്ടില്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് മ്യൂസിക്കൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിനോട് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കൊക്കെ തപ്പി ഞാൻ എടുത്ത് അങ്ങനെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 5-6 ദിവസത്തേക്ക് അതിനൊരു അനക്കം ഉണ്ടായിരുന്നു കേട്ടോ. 5 വ്യൂസ് 6 വ്യൂസ് അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പം അതിന് വ്യൂസ് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ 10K ആയി, 100K ആയി, 200K ആയി, ഇപ്പോൾ 300K ആയി, 400K ആവാനായിട്ടുണ്ട്. ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരൊറ്റ വീഡിയോയിലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതന്നെ ഞാൻ ഇടയ്ക്ക് കട്ടാക്കി കേട്ടോ. കാരണം സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ചില സമയത്ത് എൻ്റെ ഫോണിൽ കരകരപ്പുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ വീഡിയോ കുറച്ച് ലോങ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയുന്നുണ്ട്, എന്നാലും ഞാൻ പറയുമ്പോൾ നീണ്ടു പോകുന്നുണ്ട്. എന്ത് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. 4000 വാച്ച് അവറായി. മോണിറ്റൈസിന് അപ്ലോഡ് കൊടുത്തു, റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്തവർ പുറകിലുള്ള വീഡിയോസ് പോയി നോക്കിയാൽ കേട്ടോ. അപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി, അപ്പീൽ കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ഓക്കെ, ഞാൻ ഹാപ്പി. അത് കഴിഞ്ഞപ്പോൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, മറ്റേ ഡോളറിൻ്റെ ഇങ്ങനെയുള്ള ചിഹ്നം, അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ നല്ല സന്തോഷം കേട്ടോ. കാരണം നമുക്ക് ഡോളർ കയറാൻ തുടങ്ങും എന്നറിയാലോ. അപ്പം ഞാനും ആദ്യം വിചാരിച്ചു 100K അല്ല 1000 വ്യൂസിനൊക്കെ ഇപ്പം കിട്ടും കുറേ ഡോളർ കിട്ടുന്നു. പക്ഷേ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഇതുപോലെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2K കിട്ടിയ ഒരു വീഡിയോയ്ക്ക് തന്നെ അതിപ്പോഴും $1 ആയിട്ടില്ല. കാരണം എല്ലാവരും 2K വ്യൂസ് ഉണ്ടെങ്കിലും അതിൽ എല്ലാവരും ഇപ്പോൾ കാണണമെന്നില്ല. കുറച്ച് ആൾക്കാർ കാണുള്ളൂ, അതിൽ കുറേ ആൾക്കാർ സ്കിപ്പ് അടിച്ചു പോകും, പിന്നെ പരസ്യം വരുമ്പോൾ സ്കിപ്പ് അടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരസ്യത്തിനകത്ത് വരുന്ന സാധനങ്ങൾക്കനുസരിച്ച് റേറ്റ് നമുക്കും അത് കിട്ടും കേട്ടോ. കാരണം ഇപ്പോൾ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ടിവിൻ്റെ അങ്ങനത്തെ പരസ്യമൊക്കെ വരുന്നവർക്ക് കുറച്ചും കൂടെ റവന്യൂ കൂടുതലായിരിക്കും. കുറേയല്ല, എത്രയെന്ന് എനിക്കറിയില്ല, കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ, അതുപോലെ തന്നെ ചെറിയ പാൽപ്പൊടി, അങ്ങനത്തെ
പേസ്റ്റിൻ്റെ അങ്ങനത്തെ ഒക്കെ പരസ്യം വരുന്നത് റവന്യൂ കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും ആയിട്ടും എനിക്ക് 2K കിട്ടിയ വീഡിയോയ്ക്ക് വരെ ഇതുവരെ എനിക്ക് $1 ആയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഷോർട്സിന് എന്ന് പറഞ്ഞിട്ട് 0.05 ഒക്കെയാണ് മറ്റേ 500 വ്യൂസിനൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് കടയിലുള്ള ഇന്ത്യക്കാരാ ചെക്കൻ പറഞ്ഞ സൈഫു എന്നാണ് പേര്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ $100 ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാം $100 ആവാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം നമുക്കിപ്പോൾ ചാനൽ എന്തായാലും മോണിറ്റൈസ് ആയല്ലോ, അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടാതെ നമുക്ക് ഒരു കാര്യം നടക്കില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ $100 ആവുമ്പോൾ ആവട്ടെ, അല്ലാതെ ഇപ്പോൾ ഒരു വഴിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പൈസ നമുക്ക് കിട്ടും. നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ളത് എപ്പോഴായാലും നമ്മുടെ കയ്യിൽ എത്തുമല്ലോ, അതൊരു സമാധാനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാവൽ വീഡിയോ ഇടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം മൈസൂർ പോയ വീഡിയോ കൊണ്ട് വ്യൂസ് ഇല്ല, എന്തുകൊണ്ടോ എന്തോ വ്യൂസ് ഇല്ല, എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ ടെൻഷൻ അടിക്കേണ്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇനിയും മെയിനായിട്ടുള്ള ഒന്നുണ്ട്, നമുക്ക് പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ $10 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിൻ നമ്പർ വെരിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം കുറേ പേര് പറഞ്ഞു ടാക്സിൻ്റെതും അപ്ലൈ ആയിരുന്നു. പക്ഷേ എനിക്ക് ടാക്സിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ടാക്സിന് അപ്ലൈ ചെയ്തു, എനിക്ക് അപ്രൂവ്ഡ് ആയി, അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി പിൻ നമ്പർ വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കാര്യം ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതിനിപ്പോൾ നമുക്ക് പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് എത്രയോ 4 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ പിൻകോഡ് പോസ്റ്റിലേക്ക് നമുക്ക് ഒരു പിൻ നമ്പർ വരും. ആ പിൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് വേറെ ഒന്നുമില്ല, പ്രശ്നമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതുവരെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാം ചെയ്യാമായിരുന്നു. പിന്നെ ഇതിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്വിഫ്റ്റ് കോഡ് എന്നൊരു കോഡ് കൊടുക്കാനുണ്ട്. അത് മാത്രം നമ്മുടെ ബ്രാഞ്ച് എവിടെയാണോ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കിട്ടുമായിരിക്കും. അപ്പം കിട്ടുമായിരിക്കും. എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നല്ല, എൻ്റെത് കോഴിക്കോടാണ് ബ്രാഞ്ചിലുള്ളത്. അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള വഴി ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് സ്വിഫ്റ്റ് കോഡ് അവർ തരാതിരിക്കുന്നില്ല. നമുക്ക് ഇന്ന ആവശ്യത്തിനാണ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പം അങ്ങനെ അത് മാത്രമേ ഇനിയുള്ളൊരു പടി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. പിൻ നമ്പറും കൂടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആശ്വാസം എന്ന് പറയാം. എന്തായാലും ഇത്രത്തോളം എത്തിച്ചു തന്നതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു, താങ്ക്സ് എന്നും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ അത്രയും അടുത്തിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെയല്ല പറയുന്നത്, അത്രയും അടുത്തുള്ള ആൾക്കാർ കേട്ടോ, നമ്മുടെ മുമ്പിൽ ചിരിച്ചു നിന്നിട്ട് മറ്റുള്ളവരടുത്ത് പോയിട്ട് അവൾ യൂട്യൂബിൽ കയറിയിട്ട് എന്താ കാണിക്കുന്നത്, ഞാനിവിടെ വേറെ ഒന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അല്ലെങ്കിൽ എല്ലാവരും കുറേ പേരുണ്ടല്ലോ തുണി ഇല്ലാതെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ എൻ്റെതായ കാര്യം കൊണ്ട് ഞാൻ നിൽക്കുന്നു. കാണേണ്ടവർ കാണേണ്ടാത്തൊരു സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബേക്കടിച്ച് പോവുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാനുള്ള വഴിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, കാണണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വഴിയുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ചിരിച്ചു നിന്നിട്ട് മറ്റുള്ളവരടുത്ത് പോയിട്ട് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അവളെന്താ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്ക് കിട്ടാനുള്ള പൈസ എപ്പോഴായാലും കിട്ടും. $100 ആവണമെന്നേ ഉള്ളൂ. അതിനിപ്പോൾ 1 കൊല്ലം എടുത്താലും എനിക്ക് സാരമില്ല, 2 കൊല്ലം എടുത്താലും സാരമില്ല, എപ്പോഴായാലും ആവട്ടെ. ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം ഇഷ്ടമുള്ളവർ കാണാം, സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിനി എത്രത്തോളം എന്ത് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്കിനി മൈസൂർ പോയൊരു ഇതും കൂടെ ബാക്കിയുണ്ട് കേട്ടോ, ഒരു വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യാൻ ബാക്കിയിട്ട്. ഇത്ര നേരുന്നപ്പോൾ തന്നെ എൻ്റെ പെടലി ഉളിക്കതല്ല, പെടലി നല്ല വേദനയാണ്, ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോൻ ഇപ്പുറത്തുനിന്ന് അടിക്കും, അങ്ങനെ കുറേ വേദനേൻ്റെ ഇടയ്ക്ക് കൂടെ അവൻ ഇപ്പുറത്തുനിന്ന് അടിക്കും, അതുകൊണ്ട് നല്ല ഇതുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊന്നുമില്ല. ബൈ.